ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുൻപിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കിക്കൊടുക്കും എന്ന് അരുളി ചെയ്തു. മനുഷ്യന് തക്കതായൊരു പങ്കാളിയെ കണ്ടുകിട്ടിയില്ല. അതിനാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനൊരു തുണയെ വേണം എന്നതിനാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ദൈവം തുണയെ നൽകുവാൻ തീരുമാനിച്ചു. പങ്കാളിയെ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് എടുത്തു എന്നല്ല, മാതാപിതാക്കൾ കണ്ടെത്തിയെന്നുമല്ല, മനുഷ്യനോട് ചോദിച്ചിട്ട് ദൈവം ചെയ്തു എന്നുമല്ല, മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞിട്ടുമല്ല, ദൈവത്തിന് തോന്നി ഒരു പങ്കാളിയെ വേണം എന്ന്. വിവാഹത്തിന് അതിൻ്റെ വിശുദ്ധിയുണ്ട്. ആകയാൽ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്ത്രീ പുരുഷനേക്കാൾ പ്രായം കുറഞ്ഞതായിരിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കുവാനും കരുതുവാനും ക്ഷമിക്കുവാനും ഒരു പക്വത അവർക്കുണ്ടായിരിക്കണം. ബൈബിളിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമും ഭാര്യ സാറായും തമ്മിൽ 10 വയസ്സിന് വ്യത്യാസം നമുക്ക് വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ടത് കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരി, വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. തനിക്കുള്ളതിനൊക്കെയും വിചാരകനായ ദാസനോട് അബ്രഹാം പറഞ്ഞത്, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും എന്ന് ദാസനോട് പറഞ്ഞു ദാസനെ അയക്കുകയുണ്ടായി. അയച്ച ദാസനാകട്ടെ അബ്രഹാമിൻ്റെ വാക്കു കൈക്കൊണ്ട് മുൻപോട്ട് പോയി പ്രാർത്ഥനയോടും ദൈവത്തോട് അടയാളം ചോദിച്ചും കൊണ്ട് ചുവടുവെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെബേക്കായെ കാണുന്നത്. റെബേക്കായുടെ മാതാപിതാക്കൾ ഇതെല്ലാം കേട്ടിട്ട് യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനൻ്റെ മകന് ഭാര്യയാകട്ടെ എന്നുത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടും. അതേ ഈ മാതാപിതാക്കളും ചെയ്തിട്ടുള്ളൂ. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് 40-ാമത്തെ വയസ്സിൽ റിബേക്കായെ ഭാര്യയായി ലഭിക്കുന്നു. മക്കളായ ഏശാവിന് 40 വയസ്സിലും യാക്കോബിന് 47-ാമത്തെ വയസ്സിലുമാണ് വിവാഹം നടക്കുന്നത്. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്ത പ്രിയ ദൈവമക്കളെ, നിങ്ങൾ അത് ഓർത്ത് ഭാരപ്പെടരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിശ്ചയമായും അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിനെ പോലെ ദൈവം നിങ്ങളുടെ തലകളെ ഉയർത്തും. നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ദരിദ്രന്മാരെയോ ധനവാന്മാരെയോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ വിവാഹപ്രായമായി നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നവരായി തീരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.